ഹായ്, എല്ലാവർക്കും അഞ്ചു സ്റ്റോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ കഥ കേൾക്കാം. ഒരു അടിപൊളി കഥ. കഥ കേട്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് കഥ എന്താണെന്ന് കേട്ടാലോ. എൻ്റെ പേര് അനിത. ഞാനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്. വെളുത്ത നിറം, എല്ലാം കാണാൻ നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കോളേജിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും റോട്ടിലുള്ളവരും കടയിലുള്ളവരും നല്ലതുപോലെ നോക്കി നിന്ന് വെള്ളം ഇറക്കാറുണ്ട്. എനിക്കാണെങ്കിൽ ആ നോക്കുന്നതൊന്നും ഒട്ടും ഇഷ്ടമല്ല. ക്ലാസ്സിൽ ചെന്നാൽ അവിടെയും കുറേ ചെറുക്കന്മാർ. അവരെല്ലാം ഞാനൊന്ന് കുനിയുന്നതും നോക്കി നിൽക്കുക. അതിനുവേണ്ടി എന്തൊക്കെയോ സൂത്രപ്പണികളാണ് അവർ ചെയ്യുന്നതെന്നറിയോ. എഴുതാൻ പേനയില്ലെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും പേന വാങ്ങും. കുറച്ച് കഴിഞ്ഞ് എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പേന എനിക്ക് ഇട്ട് തരും. അതെൻ്റെ കയ്യിൽ തരില്ല. കാരണം എന്താണെന്നറിയോ, ഞാനത് എടുക്കുവാൻ കുനിയുമല്ലോ. അപ്പോഴവർക്ക് അത് കാണാൻ പറ്റും. ആദ്യമൊന്നും എനിക്കത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരത് നല്ലതുപോലെ കണ്ടിട്ടുമുണ്ട്. എൻ്റേത് മാത്രമല്ല കേട്ടോ, ക്ലാസ്സിലെ മിക്ക പെൺപിള്ളേരുടെയും അവരങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. അതിൽ ചില പെൺപിള്ളേരുണ്ട് അറിഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നവർ. അവർക്ക് അതൊരു ടൈം പാസ്സാണ്. പിന്നെ ചിലരുണ്ട് അത് പിന്നെ ഈ പരിപാടിയൊന്നുമില്ല, അതുക്കും മേലെയാണ്. പിഴിച്ചിലും ഉടച്ചിലുമാണ് അവരുടെ പ്രധാന ഹോബി. അതിനായി അവർക്കതിന് പറ്റിയ ആൾക്കാരുമുണ്ട്. കാമുകന്മാരും ബെസ്റ്റികളും അങ്ങനെ പലരും. പക്ഷേ എനിക്ക് പറയുന്ന ആരും ഇല്ല കേട്ടോ. അതെന്താന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഒന്നാമത് ഞാൻ അധികം ആരുമായി സംസാരിക്കാറില്ല, ആരെയും അങ്ങനെ നോക്കാറുമില്ല. പിന്നെ 3-4 ചെറുക്കന്മാർ എൻ്റെ പിറകിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഒരു അമ്മാവനുണ്ട്, ഒരു ഓട്ടോ ഡ്രൈവർ. ഇടയ്ക്ക് വീട്ടിൽ വരും. പക്ഷേ അമ്മായി കൂട്ടാറില്ല. അതെന്താണെന്ന് എനിക്കറിയാം. അമ്മായി ഉണ്ടെങ്കിൽ എന്നെ ട്യൂൺ ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് കോളേജില്ലാത്ത ദിവസം നോക്കിയാണ് അമ്മാവൻ്റെ വരവ്. അച്ഛനാണെങ്കിൽ ജോലിക്ക് പോവും. അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ് കേട്ടോ. പിന്നെ അമ്മ ഇടയ്ക്കൊക്കെ കുടുംബശ്രീക്കൊക്കെ പോകും. പിന്നെയുള്ളത് അനുജത്തിയാണ്. അവൾ 5ൽ പഠിക്കുന്നു. ക്ലാസ്സില്ലാത്ത ദിവസം എഴുന്നേറ്റാൽ നേരെ ടിവിയുടെ മുന്നിലേക്ക് അവൾ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് അനങ്ങത്തില്ല. അമ്മാവൻ വരുമ്പോഴെല്ലാം കുറേ ചോക്ലേറ്റ്സ് കൊണ്ടുപോകാറുണ്ട്. ലക്ഷ്യം അതുതന്നെയാണ്. പക്ഷേ അതറിഞ്ഞിട്ടും അതറിയാത്ത പോലെയായിരുന്നു എൻ്റെ നീക്കങ്ങൾ. ഒരു ദിവസം അമ്മാവൻ ഓട്ടോയിൽ വരാതെ ബൈക്കുമായി വന്നു. അന്നാണെങ്കിൽ അച്ഛനുമില്ല അമ്മയുമില്ല, അനുജത്തി ടിവിയുടെ മുന്നിലും. ഞാൻ അമ്മാവൻ വന്ന ഉടനെ ചായ ഉണ്ടാക്കി കൊടുത്തു. അത് പിന്നെ എപ്പോൾ വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. എൻ്റെ മര്യാദ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. ചായ കുടിച്ചു കഴിഞ്ഞാൽ അമ്മാവൻ എന്നോട് ചോദിക്കും, നിനക്ക് ബൈക്ക് ഓടിക്കാൻ പഠിക്കണോ എന്ന്. എനിക്കാണെങ്കിൽ ബൈക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനാണെങ്കിൽ ബൈക്ക് ഓടിക്കാൻ അറിയില്ല. പിന്നെ ഇനി ആര് പഠിപ്പിച്ചു തരാനാണ്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞു വേണം, എനിക്ക് പഠിക്കണമെന്ന്. അത് കേട്ടതും അമ്മാവൻ എഴുന്നേറ്റ്, വാ ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. കൂടെ ഞാനും ഇറങ്ങി. വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്. അമ്മാവൻ ബൈക്കും കൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു. ഞാനും പിറകെ നടന്നു. എന്നോട് കയറിയിരിക്കാൻ പറഞ്ഞു. ഞാൻ കയറാൻ ഒന്ന് മടി കാണിച്ചു. അമ്മാവൻ വീണ്ടും നിർബന്ധിച്ചു. എനിക്കാണെങ്കിൽ വീഴുമോ എന്നുള്ള പേടി. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാ, ഇന്ന് വേണ്ട, നാളെ പഠിക്കാമെന്ന്. പക്ഷെ അമ്മാവൻ സമ്മതിച്ചില്ല. കയറ്, ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരെങ്കിലും കാണും. ഇല്ല, ആരും കാണില്ല. നിനക്ക് സൈക്കിൾ ബാലൻസ് ഉള്ളതല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? വേണ്ട അമ്മാവ, എനിക്ക് പേടിയാ. അമ്മാവൻ എന്നെ ഒന്ന് അടിമുടി നോക്കിയിട്ട് പറഞ്ഞു, നല്ല വലിപ്പം വെച്ചല്ലോ, എന്നിട്ടും നിന്റെ പേടി ഇതുവരെ മാറിയില്ലേ? അമ്മാവൻ്റെ നോട്ടവും നോക്കിയ സ്ഥലവും ആ ചോദ്യവും എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ആ ഭാവം മുഖത്ത് കാണിച്ചില്ല. ഞാൻ ബൈക്കിലേക്ക് കയറി. അമ്മാവൻ ഓരോന്ന് പറഞ്ഞു തന്നു. ഞാൻ പതിയെ ഓടിച്ചു. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും ബൈക്ക് വീണു. അത് കണ്ട് അമ്മാവൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, പിറകിലിരിക്കാം. അതാവുമ്പോൾ ബൈക്ക് വീഴില്ല. ഞാൻ ബാലൻസ് ചെയ്ത് നിർത്തിക്കോളാം. ഞാൻ തലയാട്ടി.
അമ്മാവൻ പുറകിൽ കയറി. ഞാൻ പതിയെ ഓടിച്ചു. പക്ഷേ അങ്ങോട്ട് ശരിയാകുന്നുണ്ടായിരുന്നില്ല. ആക്സിലേറ്റർ കൊടുക്കുന്നത് കൂടിപ്പോകുന്നു. അവസാനം അമ്മാവൻ പുറകിൽ നിന്നും ഹാൻഡിൽ പിടിച്ച് സഹായിക്കാൻ തുടങ്ങി. ആ സമയം എന്നെ പരമാവധി ഒട്ടിയാണ് അമ്മാവൻ ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. അമ്മാവൻ്റെ പലതും എൻ്റെ പിറകിൽ കുത്തിക്കൊള്ളുന്നുണ്ടായി. ഞാനതൊന്നും അറിഞ്ഞ ഭാവം പോലും കാണിച്ചില്ല. നല്ല തടിച്ചുരുണ്ട ആ കൊമ്പൻ എൻ്റെ മനസ്സിൽ ഇടം പിടിച്ചു. എൻ്റെ കണ്ണിൽ അതിൻ്റെ രൂപം തെളിഞ്ഞു. പെട്ടെന്ന് ബൈക്ക് പിടുത്തം വിട്ടു. തെങ്ങിൻ ചോട്ടിൽ പോയി വീണു. ഞാനും വീണു. അമ്മാവൻ ചാടി രക്ഷപ്പെട്ടു. അമ്മാവൻ ഓടി വന്ന് എന്നെ പൊക്കി എഴുന്നേൽപ്പിച്ചു. മോളെ, നിനക്കെന്തെങ്കിലും പറ്റിയോ? ഏയ് ഇല്ല അമ്മാവ, ഞാൻ പറഞ്ഞു. അയ്യോ, കൈ പൊട്ടിയിട്ടുണ്ടല്ലോ, വേദനിക്കുന്നുണ്ടോ? ഇല്ലമ്മാവ, അത് കുഴപ്പമില്ല, ദേഹത്തെല്ലാം പൊടിയായിട്ടുണ്ട്. ഞാൻ തട്ടിത്തരാമെന്നും പറഞ്ഞ് അമ്മാവൻ പൊടിയെല്ലാം തട്ടിത്തരാൻ തുടങ്ങി. ആ തട്ടലിൽ പൊടിയില്ലാത്ത ഭാഗങ്ങളും അമ്മാവൻ തട്ടാൻ തുടങ്ങി. എനിക്കെന്തോ പിടിച്ചു നിൽക്കാനായില്ല. കിട്ടിയ അവസരം ഓരോന്നായി അമ്മാവൻ മുതലെടുക്കാൻ തുടങ്ങി. വീടിൻ്റെ പുറകുവശത്ത് മറ്റു വീടുകളില്ലാത്തത് കൊണ്ട് തന്നെ ആരെങ്കിലും കാണുമോ എന്നുള്ള പേടി അമ്മാവനും എനിക്കും ഉണ്ടായിരുന്നില്ല. ഇതുവരെ ആരെക്കൊണ്ടും കൈ തോടിപ്പിക്കാത്ത, എന്നെ വിലമതിക്കാനാവാത്ത ഇടത്തെല്ലാം അമ്മാവൻ നിമിഷ നേരം കൊണ്ട് കൈ അടക്കി തുടങ്ങി. പരമാവധി തട്ടേണ്ട ഇടത്തെല്ലാം അമ്മാവൻ തട്ടിച്ചുകൊണ്ടിരുന്നു. അമ്മാവൻ പരിസരം മറക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി. അവസാനം ഞാൻ പറഞ്ഞു, അമ്മാവ, പൊടിയെല്ലാം പോയി. ഇത് കേട്ട് അമ്മാവൻ എൻ്റെ കണ്ണിലേക്ക് ഒരു കള്ളനോട്ടം നോക്കി. ഞാൻ ചെറുതായി പുഞ്ചിരി നൽകി. എന്നാ വാ മോള് കയറ്, നമുക്ക് പഠിക്കണ്ടേ? ഞാനൊന്നും പറയാൻ നിൽക്കാതെ ബൈക്കിൽ കയറി. കാരണം എനിക്ക് ആ പൊടി തട്ടാൽ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. അമ്മാവൻ പിറകിൽ കയറി. വീണ്ടും ഞാൻ പതിയെ ഓടിക്കാൻ തുടങ്ങി. അമ്മാവനും പിറകിൽ കയറി പരമാവധി ഒട്ടിയിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എതിർപ്പൊന്നും കാണിച്ചില്ല. പെട്ടെന്ന് മോളെ എന്നൊരു വിളി ഞാൻ കേട്ടു. ഞാൻ നോക്കുമ്പോൾ അമ്മയാണ്. ഞാൻ വേഗം ബൈക്ക് നിർത്തി ബൈക്കിൽ നിന്നും ചാടി ഇറങ്ങി. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഒറ്റ ഓട്ടം. അമ്മ കുടുംബശ്രീയും കഴിഞ്ഞ് വന്നിരിക്കുന്നു. നീ എവിടെ നിന്നാടി ഇങ്ങനെ ഓടിക്കിതച്ച് വരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിക്കായിരുന്നു. ബൈക്ക് ഓടിക്കാനോ? ആരുടെ കൂടെ? അത് അമ്മാവനുണ്ട്, അമ്മാവൻ്റെ കൂടെ. എന്നിട്ട് അവൻ എവിടെ? അമ്മാവൻ ബൈക്ക് ശരിയാക്കുന്നുണ്ട്. എൻ്റെ വാക്ക് കേട്ട് അമ്മ അമ്മാവൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ വേഗം വീടിൻ്റെ അകത്തേക്ക് കയറി. ദേഹത്ത് മുഴുവൻ അഴുക്കായതുകൊണ്ട് ഞാൻ കുളിക്കാൻ കയറി. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. അമ്മാവൻ്റെ ആ പൊടിതട്ടൽ കാരണം എൻ്റെ ഉറങ്ങിക്കിടന്നിരുന്ന മാമ്പഴങ്ങളെല്ലാം തടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ എന്തിനോ ദാഹിച്ചു തുടങ്ങിയിരുന്നു. ഞാൻ അവിടെ വെച്ച് തന്നെ എൻ്റെ മനസ്സിൻ്റെ ദാഹം സ്വയം മാറ്റി. എന്താടി, നീ കുളിച്ച് കഴിഞ്ഞില്ലേ? കുറേ നേരമല്ലോ കയറിയിട്ട്? അമ്മ പുറത്തുനിന്ന് ചോദിച്ചു. ദാ വരുന്നു അമ്മേ, കഴിഞ്ഞു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ദാ അമ്മാവൻ നിന്നെ നോക്കി നിൽക്കുക, വേഗം ഇറങ്ങ്. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇനി ഇയാൾ എന്തിനുള്ള പുറപ്പാടായിരിക്കുമെന്ന്. ഈ കഥ എങ്ങനെയുണ്ടായി? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.